എന്തിനാ ഈ നേതാക്കന്മാരുടെ പേര് ചോദിക്കുന്നത്? നേതാക്കന്മാർ പറഞ്ഞു, ഞാൻ വിളിച്ച നേതാവിനോട് ഞാൻ പറഞ്ഞു, അതായത് അതിനകത്ത് ഒരു ചെറിയ വീഴ്ച എനിക്ക് പറ്റിയിട്ടുണ്ട്, അക്കാര്യം തുറന്നു പറയുന്ന ഒരു വിഷമം എനിക്കില്ല. എന്നെ വിളിച്ച നേതാവിനോട് സോറി പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്ന മുതലായിരിക്കും പ്രചാരണത്തിന് അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ട്. ഈ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നം തീർന്നില്ല ഇതുവരെ? അത് പറയാനാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യവും അങ്ങയുടെ ചോദ്യവും കറക്റ്റ് ആയിരിക്കും. നല്ലപോലെ പൂർണ്ണമായ മനസ്സോടെ അധ്വാനിക്കുന്ന സമയത്ത് ഒരു സംശയം ഉണ്ടായി. ഇപ്പൊ 2-3 കൊല്ലമായി ആ രംഗത്തില്ല. ഇനിയിപ്പോ പരസ്യമായി പോയി പ്രചരണത്തിൽ പോകുമ്പോഴും ചിരി ശരിയായില്ല, മുഖം ശരിയായില്ല, കറുത്തിരുന്നു, മുടി ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞിരുന്നു എന്ന് പറയുന്നതിനെ കേൾക്കാൻ വിഷമമുണ്ട്. അതുകൊണ്ട് ഉള്ളു തുറന്ന് മനസ്സോടുകൂടി ഇടതുപക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. നേതാക്കന്മാരെല്ലാം ജീവനും ചോരയും കൊടുത്തുള്ള പ്രചരണവും ഈ പാർട്ടിയുടെ നയമൊക്കെ ആയിട്ട് നിലനിർത്താൻ വേണ്ടി പെടാപ്പാടുപെടുന്ന കാര്യമൊക്കെ അറിയാം. പക്ഷെ ഇന്നലത്തെ ആ ഒരു തിരക്ക് അങ്ങ് വിട്ടുപോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമേ അതിനകത്തുള്ളൂ. വേറെ ഒന്നും പത്രം മീഡിയാസ് ഒന്നും ചിന്തിക്കേണ്ടതില്ല. അല്ല, CPM അത് ഉണ്ടെന്ന്, അതൊരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇന്ന് വരെ പാർട്ടിക്കെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പരമാവധി പാർട്ടിക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലയിലും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. LDF കൺവെൻഷനിൽ പങ്കെടുത്തതിന് ശേഷം ഈ പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് ഇത്രയും വലിയ വാർത്തയായത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കൂലേ ഇടുക്കിയിൽ? അങ്ങനെ ആക്കുമെന്ന് കരുതാതെ പോയതാണ് തെറ്റ്. അതാണ് പ്രശ്നം. അതാണ് നിങ്ങളും വന്നത്, ഞാനും ഈ പറയാൻ ഇടയായ കാര്യങ്ങൾ. അപ്പൊ ഈ ജാവദേക്കറുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച തെറ്റായി പോയി എന്നാണോ? അത് വ്യക്തിപരമായ കാര്യമാണ്. അതൊന്നും തെറ്റായി പോയല്ല. ഈ അവസരത്തിൽ വേണ്ടായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ദൊറ പോയി കാര്യം നോക്ക് എന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. അവരുടെ ഒരു നിർബന്ധം കൊണ്ട് പിന്നെ അവന് അവരുടെ കൂടെയാണ്. ഒരു ചടങ്ങിന്റെ കാര്യത്തിൽ ഒരു വൈഭവമാണ്, അത് എങ്ങനെ നിഷേധിക്കുന്നതെന്ന്. പിന്നെ വേറെ പ്രത്യേക ജോലിയൊന്നും ഇല്ലല്ലോ. താങ്കളെ BJP-യിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുന്നത് തമിഴ്നാട്ടിലെ OBC മോർച്ച പ്രസിഡന്റായിട്ടുള്ള ദുരൈയാണെന്നുള്ളത് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു പ്രചരണമൊന്നുമില്ല. വീട്ടിൽ ബന്ധുക്കളല്ലേ വീട്ടിൽ വരും പോകും. അങ്ങനെ അവർ പറയുന്നതെല്ലാം കേൾക്കുന്ന ആളും അല്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ എടുത്ത് പോകണ്ടേ? പോയില്ലല്ലോ. ദുരൈ ബന്ധുവാണ്. ഈ ചിത്രം താങ്കളെ ഞാൻ സത്യത്തിൽ ഇപ്പോഴും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ കാണാൻ സമയം കിട്ടിയിട്ട് വേണ്ടേ? ഉണ്ട്. ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തു. അത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഫോട്ടോ മനഃപൂർവ്വം താങ്കൾ അവിടെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ചിത്രം പുറത്തു വന്നു. അതായത് അവരുടെ പാർട്ടിയുടെ രീതി എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഫോട്ടോ എടുക്കണം എന്ന് കരുതിയപ്പോൾ ആദ്യം ഇങ്ങനെ ഇരുന്നാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അന്നേരം ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് ഇത് തന്നെ ആദ്യം വരുന്നതല്ലല്ലോ, പിന്നെ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? നേരത്തെ അറിയാവുന്നയാള് ബന്ധമുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, അതിനിപ്പോൾ ഫോട്ടോ ഉണ്ടല്ലോ, പഴയ ഫോട്ടോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാലും പോകുമ്പോൾ കൂടെ വന്ന ശരവണനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പേര് അതാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താണേലും ഞാൻ ആദ്യമായിട്ടല്ലേ വരെ ഒരു ഫോട്ടോ എടുക്കാം എല്ലാവരും കൂടെ കൂടി എന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് പോയതാ.